മാറ്റത്തിന്റെ മാനിഫെസ്റ്റോ 60 ദിവസത്തെ സൈലന്റ് ട്രാൻസ്ഫോർമേഷൻ. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യൂ, വലിയൊരു അവധിക്കാലം കഴിഞ്ഞു നിങ്ങളുടെ കോളേജോ ഓഫീസോ വീണ്ടും തുറക്കുന്നു. നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെല്ലാം അവിടെയുണ്ട്. അതേ പഴയ തമാശകൾ, അതേ പഴയ ഗോസിപ്പുകൾ. പക്ഷേ നിങ്ങൾ ആ മുറിയിലേക്ക് നടന്നു കയറുമ്പോൾ അവിടെ ഒരു നിശബ്ദത പടരുന്നു. ആളുകളുടെ സംസാരം പെട്ടെന്ന് നിലയ്ക്കുന്നു. കാരണം അവർക്ക് മുന്നിൽ നിൽക്കുന്നത് ആ പഴയ പാവം അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തിയല്ല. നിങ്ങളുടെ നടത്തം മാറി, നട്ടെല്ല് നിവർന്നു, തോളുകൾ വിരിഞ്ഞു, നിങ്ങളുടെ ജോ ലൈൻ ഷാർപ്പായിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ കണ്ണുകളിൽ ആ പഴയ ലൂസർ ഭയമില്ല. പകരം വന്യമായ ഒരു ആത്മവിശ്വാസമുണ്ട്. ആളുകൾ നിങ്ങളെ നോക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത് നിങ്ങൾ തന്നെയാണോ എന്ന്. സുഹൃത്തുക്കളെ, ഇതൊരു സിനിമയിലെ ഹീറോ എൻട്രി സീനല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ റിയാലിറ്റിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ, ഭൂരിഭാഗം ആളുകളും ഇൻസ്റ്റഗ്രാം റീൽസ് സ്ക്രോൾ ചെയ്തും ഉച്ചയ്ക്കുറങ്ങിയും സമയം കളയുമ്പോൾ നിങ്ങൾ അദൃശ്യനാവാൻ പോകുകയാണ്. അടുത്ത 60 ദിവസം നിങ്ങൾ ലോകത്തിനു മുന്നിൽ നിന്നും അപ്രത്യക്ഷനാവും. ഡിസപ്പിയർ മോഡിൽ. നിങ്ങൾ തിരിച്ചുവരുന്നത് ഒരു സാധാരണക്കാരനായല്ല, ഒരു എലീറ്റ് പെർഫോമറായിട്ടായിരിക്കും. അടുത്ത 15 മിനിറ്റിൽ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് വെറും ഉപദേശങ്ങളല്ല, മറിച്ച് ഒരു ബ്ലൂ പ്രിന്റാണ്. ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ, മെന്റൽ ടഫ്നെസ്, പിന്നെ നിങ്ങളെ മറ്റുള്ളവരെക്കാൾ 10 അടി മുന്നിലെത്തിക്കുന്ന സൈക്കോളജിക്കൽ സ്കില്ലുകൾ. പക്ഷേ ഒരു വാർണിംഗ്, നിങ്ങൾ വെറുമൊരു വിനോദത്തിനാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോഴേ ഇത് സ്കിപ്പ് ചെയ്തോളൂ. കാരണം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെ മാനസികമായി തളർത്തുന്ന, നിങ്ങളുടെ കംഫർട്ട് സോൺ തകർക്കുന്ന കഠിനമായ കാര്യങ്ങളാണ്. ഇത് ജീവിതത്തെ ഗൗരവമായി കാണുന്നവർക്ക് മാത്രമുള്ളതാണ്. അധ്യായം 1. എന്താണ് ഈ സമ്മർ ആർക്ക് അല്ലെങ്കിൽ ഐസൊലേഷൻ ഫേസ്? ഇന്ന് ഇന്റർനെറ്റിൽ നമ്മൾ ഒരുപാട് കേൾക്കുന്ന വാക്കാണ് സമ്മർ ആർക്ക്. പലരും ഇതിനെ ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ വെറുമൊരു ജിം ട്രെൻഡായിട്ടോ ആണ് കാണുന്നത്. എന്നാൽ റിയാലിറ്റി തികച്ചും വ്യത്യസ്തമാണ്. സമ്മർ ആർക്ക് എന്നാൽ നിങ്ങളുടെ ഐഡന്റിറ്റി തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രോസസ്സാണ്. ലോകം മുഴുവൻ വേഗത കുറയുന്ന സമയത്ത്, അതായത് മറ്റുള്ളവർ അവധിക്കാലം ആഘോഷിക്കുമ്പോൾ, റീൽസ് കണ്ട് സമയം കളയുമ്പോൾ, നിങ്ങളുടെ മുന്നിൽ ഒരു ബ്ലാങ്ക് ക്യാൻവസ് ഉണ്ട്. ഇവിടെ 2 തരം ആളുകളാണുള്ളത്. ഒന്നാമത്തെ വിഭാഗം ഈ ഒഴിവു സമയത്തെ ഒരു എസ്കേപ്പായി കാണുന്നു. അവർ വൈകി എഴുന്നേൽക്കുന്നു, ജങ്ക് ഫുഡ് കഴിക്കുന്നു, രാത്രി മുഴുവൻ സ്ക്രീനിൽ സമയം കളയുന്നു. ഈ കാലഘട്ടം കഴിയുമ്പോൾ അവരുടെ ജീവിതം പഴയതിനേക്കാൾ മോശമായിട്ടുണ്ടാകും. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ഈ സമയത്തെ തങ്ങളുടെ ജീവിതം റീബിൽഡ് ചെയ്യാനുള്ള അവസരമായി കാണുന്നു. ചരിത്രത്തിലെ ഒട്ടുമിക്ക വിജയികളും, അത് സ്പോർട്സ് താരങ്ങളാകട്ടെ ബിസിനസ് മാഗ്നറ്റുകളാകട്ടെ, അവരുടെ ജീവിതത്തിൽ ഒരു ഐസൊലേഷൻ ഫേസ് അനുഭവിച്ചിട്ടുണ്ട്. മാറ്റങ്ങൾ ഒരിക്കലും ബഹളങ്ങൾക്കിടയിൽ സംഭവിക്കില്ല. മാറ്റം സംഭവിക്കുന്നത് നിശബ്ദതയിലാണ്. ഈ 60 ദിവസം നിങ്ങൾ നിശബ്ദനായി അധ്വാനിക്കും. നിങ്ങളുടെ റിസൾട്ട് ലോകത്തിനു മുന്നിൽ ബഹളമുണ്ടാക്കും. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് എനിക്ക് നൽകാനുണ്ട്. നിങ്ങളുടെ ഈ 60 ദിവസത്തെ സമ്മർ ആർക്ക് കൂടുതൽ പവർഫുള്ളാക്കാൻ ഞാനൊരു സ്പെഷ്യൽ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ബ്രോ, എനിക്ക് ജിമ്മിൽ പോകാൻ പണമില്ല, വീട്ടിലിരുന്ന് എങ്ങനെ ബോഡി ബിൽഡ് ചെയ്യാം എന്ന്. ഇതിനുള്ള ഉത്തരമാണ് നമ്മുടെ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ്. ഏകദേശം 3999 രൂപ വില വരുന്ന ഈ കോഴ്സിൽ വെറും ബോഡി വെയ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ഒരു അത്ലറ്റിക് ബോഡി നിർമ്മിക്കാമെന്നതിനെക്കുറിച്ചുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയലുകൾ ഉണ്ട്. ഇതിൽ അഡ്വാൻസ്ഡ് വർക്കൗട്ട് പ്ലാനുകൾ, പ്രോഗ്രസീവ് ട്രെയിനിംഗ് മെത്തേഡുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ സമ്മർ ആർക്കിന്റെ ഭാഗമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വേണ്ടി ഞാനൊരു വമ്പൻ ഓഫർ നൽകുകയാണ്. 3999 രൂപ വില വരുന്ന ഈ കോഴ്സ് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി, ഫ്രീ ആയി ലഭിക്കുന്നതാണ്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മുടെ ചാനലിന്റെ യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പ് എടുക്കുക. വെറും 89 രൂപയ്ക്ക് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഈ പ്രീമിയം ഗൈഡ് നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുന്നതാണ്. വെറും 2 ചായ കുടിക്കുന്ന പൈസയ്ക്ക് നിങ്ങളുടെ ലൈഫ് മാറ്റാനുള്ള ഈ അവസരം മിസ് ചെയ്യരുത്. താഴെ കാണുന്ന ജോയിൻ ബട്ടൺ വഴി നിങ്ങൾക്കും ഈ മിഷന്റെ ഭാഗമാകാം. അധ്യായം 2. ഡിസപ്പിയർ മോഡ്, അദൃശ്യനാവുക. സമ്മർ ആർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം അപ്രത്യക്ഷമാവുക. ഇതിനർത്ഥം നിങ്ങൾ എല്ലാവരെയും വെറുക്കണമെന്നല്ല, മറിച്ച് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ്. നമ്മൾ എല്ലാവരുമായി മിങ്കിൾ ചെയ്യുമ്പോൾ
നമ്മുടെ ശ്രദ്ധ പലയിടത്തായി ചിതറിപ്പോകുന്നു. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളിലേക്ക് തന്നെ കേന്ദ്രീകരിക്കപ്പെടുന്നു. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം നിർത്തുക. നിങ്ങളുടെ സ്ക്രീൻ ടൈം പകുതിയായി കുറയ്ക്കുക. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്നാരും അറിയേണ്ടതില്ല. ആളുകൾ നിങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ബിസിയാണെന്ന് അവർക്ക് തോന്നണം. ഈ നിശബ്ദത നിങ്ങളെ ഉള്ളിൽ നിന്നും ബലപ്പെടുത്തും. ഇതിനെ ടെമ്പററി ലോൺലിനെസ് എന്ന് വിളിക്കാം. തുടക്കത്തിൽ ഇത് പ്രയാസമായിരിക്കും, പക്ഷേ ഈ ഒറ്റപ്പെടലിലാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും സ്ട്രെങ്തും ജനിക്കുന്നത്. അധ്യായം 3. ഫിസിക്കൽ ഡൊമിനൻസ്. മനഃശാസ്ത്രപരമായ ഒരു കടുത്ത സത്യമുണ്ട്: എ വീക്ക് ബോഡി ഓൾമോസ്റ്റ് ഓൾവേസ് ക്രിയേറ്റ്സ് എ വീക്ക് മൈൻഡ്. നിങ്ങളുടെ ശരീരം തളർന്നിരിക്കുമ്പോഴോ മടി പിടിച്ചിരിക്കുമ്പോഴോ നിങ്ങളുടെ മനസ്സിന് ഒരിക്കലും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. ഹ്യൂമൻ സൈക്കോളജി അനുസരിച്ച് നമ്മുടെ ശരീരം തലച്ചോറിന് നിരന്തരം സിഗ്നലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ മടിയനായിരിക്കുമ്പോൾ നിങ്ങളൊരു കംഫർട്ട് സോൺ അഡിക്റ്റാണെന്ന സിഗ്നലാണ് തലച്ചോറിന് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളികൾക്ക് ഫിസിക്കൽ ട്രെയിനിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത്. ആത്മവിശ്വാസം എന്നത് വെറുമൊരു മോട്ടിവേഷൻ പ്രസംഗം കേട്ടിട്ട് വരുന്നതല്ല. ആത്മവിശ്വാസം വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ലിമിറ്റുകളെ മറികടക്കുമ്പോഴാണ്. ഈ 60 ദിവസം നിങ്ങളുടെ ശരീരം ഒരു മെഷീനായി മാറണം. ജിമ്മിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. റണ്ണിംഗ്, പുഷപ്സ് അല്ലെങ്കിൽ നമ്മുടെ കാലിസ്തനിക്സ് വർക്കൗട്ടുകൾ ശീലമാക്കുക. ദിവസവും കുറഞ്ഞത് 45 മിനിറ്റ് നിങ്ങൾ വിയർക്കണം. നിങ്ങളുടെ മസിലുകൾക്ക് വേദന അനുഭവിക്കണം. ആ വേദനയാണ് നിങ്ങളെ പുതിയൊരു മനുഷ്യനാക്കുന്നത്. നിങ്ങളുടെ പോസ്ചർ ശരിയാക്കുക. നേരെ നിവർന്നു നടക്കുക. ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ 200% വർദ്ധിപ്പിക്കും. അധ്യായം 4. മെന്റൽ ടഫ്നെസ്. മനസ്സിനെ കീഴ്പ്പെടുത്തുക. മെന്റൽ ടഫ്നെസ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ മനസ്സ് എപ്പോഴും നിങ്ങളോട് പറയും, ഇന്ന് വേണ്ട, നാളെ ചെയ്യാം. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? വെറുതെ മടിപ്പിക്കണ്ട. ഈ ചെറിയ ചെറിയ ഒഴികഴിവുകളാണ് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്. ഇന്ന് ഭൂരിഭാഗം ആളുകളും ഡോപ്പമിൻ ലൂപ്പിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഫോൺ എടുക്കുന്നു, പിന്നെ 1 മണിക്കൂർ റീൽസ് കാണുന്നു. ഇതിലൂടെ നിങ്ങളുടെ മനസ്സ് എളുപ്പമുള്ള സുഖങ്ങൾക്ക് അടിമയായി മാറുന്നു. സമ്മർ ആർക്കിന്റെ 2ാം പില്ലർ ഈ ശീലം മാറ്റുക എന്നതാണ്. ഇതിനായി ദിവസവും മനഃപൂർവ്വം കഠിനമായ ഒരു കാര്യം ചെയ്യുക. അത് അതിരാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നതോ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതോ ആകാം. ഇതിലൂടെ നിങ്ങൾ തലച്ചോറിനെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്: നീ പറയുന്നതല്ല, ഞാൻ പറയുന്നതാണ് ശരീരം കേൾക്കേണ്ടത് എന്ന്. കംഫർട്ട് സോണിന് പുറത്ത് കടക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ മനസ്സ് റീപ്രോഗ്രാം ചെയ്യപ്പെടുന്നത്. എത്തിക്കൽ ഡിസ്ക്ലെയിമർ: മാനസികമായി അമിതമായി സമ്മർദ്ദമേൽപ്പിക്കരുത്. നിങ്ങളുടെ പരിധികൾ മനസ്സിലാക്കി വേണം മുന്നോട്ടു പോകാൻ. എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും വിദഗ്ധ സഹായം തേടേണ്ടതാണ്. അധ്യായം 5. കമ്മ്യൂണിക്കേഷൻ ആൻഡ് വോയിസ്: ദ പവർ ഓഫ് സ്പീച്ച്. പലപ്പോഴും ലോകത്ത് വിജയിക്കുന്നത് ഏറ്റവും കൂടുതൽ അറിവുള്ളവരല്ല, മറിച്ച് തന്റെ അറിവ് ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കാൻ അറിയുന്നവരാണ്. കമ്മ്യൂണിക്കേഷൻ എന്നത് വെറുമൊരു സംസാരമല്ല, അതൊരു സൂപ്പർ പവറാണ്. ഒരു സാധാരണക്കാരൻ പബ്ലിക്കായി സംസാരിക്കാൻ പേടിക്കുമ്പോൾ ഒരു വിജയി ആ അവസരം ഉപയോഗിക്കുന്നു. പലർക്കും ജിമ്മിൽ പോകാൻ ധൈര്യമുണ്ടാകും, പക്ഷേ ഒരപരിചിതനോട് സംസാരിക്കാനോ ഒരു സദസ്സിൽ അഭിപ്രായം പറയാനോ പേടിയായിരിക്കും. ഈ പേടിയാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്. നിങ്ങളുടെ ശബ്ദം മറ്റുള്ളവരിലേക്ക് എത്തണം. സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട് നിലനിർത്തുക. വ്യക്തമായും ആധികാരികമായും സംസാരിക്കുക. ഈ സമ്മർ ആർക്കിൽ നിങ്ങളുടെ ബോഡി മാത്രം പോരാ, നിങ്ങളുടെ വ്യക്തിത്വവും മാറണം. അധ്യായം 6. മാറ്റത്തിനായുള്ള 3 മിഷനുകൾ: ദ സിസ്റ്റം. മോട്ടിവേഷൻ എന്നത് ഒരു തീപ്പൊരി പോലെയാണ്. അത് പെട്ടെന്ന് അണഞ്ഞുപോകും. എന്നാൽ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും മുന്നോട്ടു പോകാം. അടുത്ത 60 ദിവസത്തേക്ക് നിങ്ങൾ ഈ 3 മിഷനുകൾ മാത്രം കൃത്യമായി ഫോളോ ചെയ്യുക. ദ ബോഡി മിഷൻ: ദിവസവും 45 മിനിറ്റ് ശാരീരിക അധ്വാനം. അത് വെറുമൊരു നടത്തമല്ല, കഠിനമായ വ്യായാമമായിരിക്കണം. നിങ്ങളുടെ പരിധികൾ ഓരോ ദിവസവും വർദ്ധിപ്പിക്കുക. ദ ഫോക്കസ് മിഷൻ: ദിവസവും 90 മിനിറ്റ് ഡീപ്പ് വർക്ക് ചെയ്യുക. ഈ സമയത്ത് ഫോൺ എയർപ്ലെയിൻ മോഡിലായിരിക്കണം. നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയൊരു സ്കില്ലിലോ മാത്രം ശ്രദ്ധിക്കുക. ഒരു ഡിസ്ട്രാക്ഷനും പാടില്ല. ദ വോയിസ് മിഷൻ: ദിവസവും കുറഞ്ഞത് ഒരു പുതിയ വ്യക്തിയോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ അഭിപ്രായം പറയുകയോ ചെയ്യുക. നിങ്ങളുടെ ശബ്ദം പുറത്തേക്ക് കൊണ്ടുവരിക.
തുടക്കത്തിൽ ഇത് ബോറടിപ്പിക്കും, വേദനയുണ്ടാക്കും. 20-30 ദിവസങ്ങൾ കഴിയുമ്പോൾ മനസ്സ് നിങ്ങളോട് ഇത് നിർത്താൻ പറയും. അവിടെയാണ് നിങ്ങളുടെ വിജയം തീരുമാനിക്കപ്പെടുന്നത്. മടുക്കുമ്പോഴും മുന്നോട്ടു പോകുന്നവനാണ് യഥാർത്ഥ വിജയി. സുഹൃത്തുക്കളെ, ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതം മാറില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്. ഈ ലോകത്ത് 99% ആളുകളും വെറും കാഴ്ചക്കാരാണ്. ബാക്കിയുള്ള 1% ആളുകൾ മാത്രമാണ് മാറ്റത്തിന് തയ്യാറാകുന്നത്. ആ 1%-ൽ ഒരാളാകാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഐ ആം ഇൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് നിങ്ങളുടെ മാറ്റത്തിനായുള്ള ആദ്യത്തെ ചുവടുവെപ്പായിടെ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ലൈഫ് മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിന് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റി ഇപ്പോൾ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 500-ലധികം ആളുകൾ നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത് ഈ ട്രാൻസ്ഫോർമേഷൻ മിഷന്റെ ഭാഗമായി കഴിഞ്ഞു. നിങ്ങളും വൈകരുത്. വെറും 89 രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുത്ത് 3999 രൂപ വിലയുള്ള അൾട്ടിമേറ്റ് കാലിസ്ഥനിക്സ് ഗൈഡ് തികച്ചും സൗജന്യമായി സ്വന്തമാക്കൂ. മറ്റ് 500 മെമ്പേഴ്സിനൊപ്പം ചേർന്ന് ഈ സമ്മർ ആർക്ക് നമുക്കൊന്നിച്ചു പൂർത്തിയാക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സ്ട്രോങ്, stay focused.